നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അയാളെ, അകത്തിരിക്കുന്ന അയാളെ. കണ്ണേട്ടനെ. കണ്ണേട്ടൻ ഇവിടെ ഉണ്ട്. അങ്ങേരെ എനിക്കൊന്ന് കാണണം. കണ്ണേട്ടൻ ഇവിടെ ഇല്ല. ഇതുവരെ നിങ്ങളെ ഞാൻ ലേഖേച്ചെന്നാ വിളിച്ചത്. ഇനി ലേഖയെന്നും ഇയാളെ അനന്തൂന്ന് മാത്രമേ ഞാൻ വിളിക്കൂ. കാരണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കൊക്കെ ഉള്ളൂ. നിന്റെ യോഗ്യത സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തല്ലുകൊള്ളാതെ ഇറങ്ങി പൊക്കോളണം. കണ്ണൻ നിന്റെ ദേഹത്ത് ഇതുവരെ കൈവച്ചിട്ടില്ല. പക്ഷേ കണ്ണനോട് നീ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഓർത്ത് കൈ തരിച്ച് നിൽക്കാൻ ഞാൻ. ഇടികൊള്ളാതെ ഇറങ്ങി പോടാ. ഇയാളെന്നെ ഇടിച്ചാലും എന്നെ കൊന്നാലും വന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ പോവും. അകത്തിരിക്കുന്ന എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആളെ എനിക്കൊന്ന് കാണണം. ഇവിടെ കണ്ണൻ സാറില്ലെന്ന് പറഞ്ഞില്ലേ? മിണ്ടാരടാ. നിന്നോടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളുടെ സംസാരത്തിനുള്ള മറുപടിയാ സാഗരേട്ടൻ തന്നത്. മേഘേട്ടൻ വില കൊടുത്ത് കൊണ്ടുവന്നവൻ അതിലും വലിയ വില കൊടുത്തു മേഘേട്ടന്. അവൻ വേറെ കല്യാണം കഴിച്ചതിലും വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിലും നിനക്ക് സങ്കടമൊന്നുമില്ല അല്ലേ? ഞാൻ സാഗരേട്ടന് വിവാഹം കഴിച്ച് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നതാ നിന്റെ പ്രശ്നം അല്ലേ? ഇപ്പൊ നീ ലേഖേച്ചി അനന്തുവേട്ടനെ എല്ലാം പേരെടുത്ത് വിളിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിന്നെ 100 തവണ പേരെടുത്ത് തന്നെ ഞാനും വിളിക്കണം. കാരണം നിന്റെ എല്ലാ പ്രവർത്തികളും ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നവളാ ഞാൻ. വെറും സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കാതെ നിനക്ക് പോയി തൂങ്ങി ചത്തൂടേടാ. നിർത്തടി. ഒരു സമയത്ത് ഇവളെ കല്യാണം കഴിച്ചോണ്ട് ഏട്ടൻ വീട്ടിലേക്ക് വന്ന സമയത്ത് നീയും ആഗ്രഹിച്ചതാ ഇവരെ രണ്ടാളെയും തമ്മിൽ വേർപിരിക്കണമെന്ന്. അന്ന് ഞങ്ങൾക്കൊപ്പം നീയും ഉറച്ചു നിന്നതാ. അങ്ങനെയുള്ള നീ ഇപ്പോ പുണ്യാളത്തി ആവാനൊന്നും ശ്രമിക്കണ്ട. അങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി. അത് ഞാൻ ഇപ്പൊ അങ്ങ് തിരുത്തി. ഓ, നീയും നിന്റെ അമ്മയും പിന്നെ പിശാചിനെ പോലെ ഒരുത്തി ഉണ്ടല്ലോ നിന്റെ ഭാര്യ. അവളും സ്വഭാവം മാറ്റാത്തതാ നിന്റെയൊക്കെ നാശത്തിന് കാരണം. ഒന്നിച്ചു നിന്ന് എല്ലാരും കൂടെ ആക്രമിക്കുന്നതല്ലേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല. ഞാൻ വന്നതേ അയാളെ കാണാനാ, അകത്തിരിക്കുന്ന ആളെ. ഇവിടെ കണ്ണനില്ലാന്ന് പറഞ്ഞില്ലടാ. മര്യാദക്ക് പോന്നോടാ. അനന്തുവേ, അഡ്വക്കേറ്റ് അനന്തുവേ, വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് അങ്ങേരെ ചികിത്സിച്ച ഡോക്ടർമാർ നേരത്തെ വിധി എഴുതിയതാ. പിന്നെ എങ്ങനെയാ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തത്? പറ, എങ്ങനെയാ കുഞ്ഞുണ്ടായെന്ന്? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാര്യമില്ലെങ്കിലേ ഞങ്ങൾ ചിലത് ഊഹിച്ചെടുത്തിട്ടുണ്ട്. അത് പറയുമ്പോ നോവരുത്. ഇവന്റെ കുഞ്ഞിനെക്കാളും ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് ഇങ്ങനെ കുഞ്ഞാവാനാണ് സാധ്യത. എന്താ പറഞ്ഞേ? വേണ്ട, തടയണ്ട. ഇയാളെന്നെ തല്ലുന്നെങ്കിൽ തല്ലട്ടെ. ഇവർക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ വേദന ഒരുപാടായിരുന്നു. അതിനുള്ള പരിഹാര നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. നിങ്ങളുടെ അറിവോടെ സംഭവിച്ചാണോ ഇത്? ഇയാളും ഇവളും തെറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുന്നതാണോ? എനിക്കറിയാം ഇയാളും അകത്തിരിക്കുന്ന ആളും തമ്മിലുള്ള ആത്മബന്ധം. അനിയനായ എന്നെക്കാളും അയാൾക്ക് ഇഷ്ടം ഇയാളോടാ. സ്വന്തം കൂടപ്പുറപ്പുകളെക്കാളും ഇഷ്ട. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളിന്റെ കുഞ്ഞ് ഇവരുടെ വയറ്റിൽ വന്ന കുഴപ്പമില്ലെന്ന് അയാൾ കരുതിയോ? അതുകൊണ്ടാ ചോദിക്കുന്നത്, ഇയാളുടെ കുഞ്ഞാണോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് പറയാൻ. ഇയാളുടെ കുഞ്ഞാണോന്ന്? ഇയാളാണോ കുഞ്ഞിന്റെ അച്ഛനെന്ന്? അല്ലടാ.